ഹായ്, എൽസിഎസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഫ്രൈഡ് റൈസിൻ്റെ ഒരു ചിക്കൻ കറിയാണ്. ആദ്യം എണ്ണയൊഴിച്ചു, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വഴറ്റി കഴിഞ്ഞിട്ട് പച്ചമുളകും, ഞാൻ ഇച്ചിരി എരിവിന് ഇച്ചിരി പച്ചമുളകും കൂടെ ഇടും. പച്ചമുളകും ഇട്ട് ഒന്ന് വഴറ്റി, കറുവപ്പട്ട, ഗ്രാമ്പു, ഏലക്ക എല്ലാം കൂടി ഇട്ട് ഒന്ന് അതിൻ്റെ കൂടെ ഇട്ട് ഒന്ന് വഴറ്റി. ഒന്ന് വഴൻ്റെ പച്ചമണം മാറിക്കഴിയുമ്പോൾ നമ്മൾ സവാളയും കൂടെ ഇടുന്നതായിരിക്കും അതിനകത്ത്. കൂടെ ശകല ഉപ്പും കൂടി ഇടുമ്പോൾ എളുപ്പം വഴണ്ട് സവാള നമുക്ക് വഴണ്ടി കിട്ടും. അതെല്ലാവർക്കും അറിയാവുന്നതാണ്. ഉപ്പിട്ട് എളുപ്പം വഴണ്ട്. നല്ലവണ്ണം ഞാൻ സവാള അങ്ങ് വഴറ്റി എടുക്കാനാണ്. കാരണം ഇച്ചിരി ഗ്രേവി വേണം. ഫ്രൈഡ് റൈസിന് ഇവിടെ എല്ലാവർക്കും ഇച്ചിരി ഗ്രേവിയാണ് വേണ്ടത്. അതുകൊണ്ട് ഞാൻ ഇച്ചിരി നല്ലവണ്ണം വഴലണം. ഈ മസാല കാശ്മീരി പൊടിയാണ് ഞാൻ എടുക്കുന്നത്. അതിനപ്പോൾ വലിയ എരിവില്ല. കളറുണ്ടെങ്കിലും എരിവില്ല. കാശ്മീരി ഞാൻ 2 കിലോയുടെ ചിക്കനാണ് എടുത്തത് ഇവിടെ. അതിന് ഞാൻ 4 സ്പൂൺ, വലിയ സ്പൂണല്ല, ടീസ്പൂൺ അളവ് 4 സ്പൂൺ മുളക് പൊടി, 3 സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഓൾറെഡി എല്ലാത്തിനും ഇടുന്നുണ്ട്. അപ്പോൾ പിന്നെ ശകല ഈ മുളക് പൊടിയുടെ കൂടെ ഇട്ടെന്നേ ഉള്ളൂ. പിന്നെ അതിൻ്റെ കൂടെ കുരുമുളക് പൊടി, ഗരം മസാല എല്ലാം ഇട്ടു. അതോടിട്ട് ഇതിൻ്റെ കൂടെ തന്നെ, ഉള്ളിയുടെ കൂടെ തന്നെ അങ്ങ് ഇടുക. ഇച്ചിരി നീക്കി അതങ്ങ് ഇടുക. അതിന് ഞാനൊരു ശകലം വെളിച്ചെണ്ണയും കൂടെ, ഒരു തുള്ളി, ഒരു സ്പൂൺ തികച്ചില്ല, ഒരു ചെറിയ സ്പൂൺ വെളിച്ചെണ്ണയാണ്. ആ പരുവത്തിലാണ് ഞാൻ ഒഴിക്കുന്നത്. ഒഴിച്ച് ഈ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റും.